ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററിക്. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 1 and 1000 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5 ബട്ട് നോട്ട് ബൈ 2. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1നും 1000നും ഇടയിലുള്ള എന്നാൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതും 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1നും 1000നും ഇടയിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം എന്നാൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതും 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത. അപ്പൊ നമുക്ക് നോക്കിയാലോ, AP എടുക്കുമ്പോ എങ്ങനെ വരും? നമുക്ക് 5 എടുക്കാം, പിന്നെയോ 10 എടുക്കാൻ പറ്റുമോ? ഇല്ല, 10നെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് 15 എടുക്കാം. 15 നോക്കിക്കേ, 2 കൊണ്ട് പറ്റത്തില്ല, എന്നാൽ 5 കൊണ്ട് പറ്റും അല്ലെ. പിന്നെയോ 20 പറ്റത്തില്ല അല്ലെ. 20 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ 25 എടുക്കാം അല്ലെ, എക്സെട്ര അപ് ടു. പിന്നെ എത്രയാണ്? 1000 നമുക്ക് പറ്റത്തില്ല, അന്ന് ബിറ്റ്വീൻ 1 and 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 995 അല്ലെ കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ തന്നിരിക്കുന്നത് ലാസ്റ്റ് ടൈം ആണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് ടൈം എന്താണ്? an ഈസ് ഈക്വൽ ടു എന്താണ്? 995 അല്ലെ. പിന്നെയോ ഫസ്റ്റ് ടൈം നമുക്കറിയാം, ഫസ്റ്റ് ടൈം എന്താണ്? 5 ആണ്. അതിൽ നിന്നും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? d ഈസ് ഈക്വൽ ടു എന്താണ്? 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു എന്താണ്? 10 എന്ന് വരും അല്ലെ. പിന്നെ നമുക്ക് എന്താണ് അറിയാൻ മേലാത്തത്? എന്നാണ്. എത്ര ടേംസ് എന്ന് അവർ പറഞ്ഞിട്ടില്ല നമുക്ക്, അതുകൊണ്ട് നമുക്ക് എന്താണ്? ലാസ്റ്റ് ടൈം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ടൈം അവർ തന്നിട്ടില്ല അല്ലെ. എന്ത് ടൈം തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫോർമുല? a plus n minus 1 into d is equal to എന്താണ്? an ആണ് അല്ലെ. ഇതില് a എന്ന് പറയുന്നത് നമുക്കറിയാം, a എത്രയാണ്? 15 പ്ലസ് n മൈനസ് 1, n നമുക്ക് അറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് n മൈനസ് 1 അതുപോലെ തന്നെ ഇടുക. d എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അല്ലെ. 10 is equal to an. an നമുക്കറിയാം, ലാസ്റ്റ് ടൈം എന്താണ്? 995 അല്ലെ. പിന്നെയോ നമുക്ക് n മൈനസ് 1 into 10 അവിടെ തന്നെ നിർത്തുവാണെങ്കിൽ ഇതെന്താണ്? ഈ 5 എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? 995 മൈനസ് 5 അല്ലെ. അപ്പൊ എത്രയും 999. പിന്നെയോ നമുക്ക് ഇപ്പം ഫസ്റ്റ് ടൈം 5 ആണ്, അപ്പം 5 ഇപ്പം n മൈനസ് 1 into 10 എന്ന് പറയാൻ 990 ആകുമ്പം n മൈനസ് 1 എത്രയാകും? നമുക്ക് n മൈനസ് 1 മാത്രം നിർത്തുവാണേലോ 990 ഡിവൈഡ് ബൈ 10 അല്ലെ. 10ന്റെ ഈ 0 വെട്ടിപ്പോയി, അപ്പൊ നമുക്ക് എന്താണ്? 99 കിട്ടും. അപ്പൊ n മൈനസ് 1 99 ആകുമ്പോൾ n എന്ന് പറയുന്നത് എത്ര വരും? n എന്ന് പറയുന്നത് 99, ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 എത്രയാവും? 100 വരും അല്ലെ. ഇത് മനസ്സിലായല്ലോ അല്ലെ. ആദ്യം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം നോക്കുക. 1നും 1000നും ഇടയിലുള്ളതാണ്. പിന്നെന്താണ്? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും, പിന്നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് 5 ആണ്, അതിന് 10 എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് 10 എടുക്കാഞ്ഞത്? അത് 2 കൊണ്ട് എന്താണ്? ഡിവിസിബിൾ ആണ്. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ 2 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അതുകൊണ്ടൊക്കെ തന്നെ 20 എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എൻഡ് ടൈം വരുന്നത് എന്താണ്? 995 ആണ് അല്ലെ. അപ്പൊ an എന്ന് പറയുന്നത് നമുക്ക് 995 ആണ്. പിന്നെ എന്താണ് നമുക്ക് ഇല്ലാത്ത? എൻഡ് ടൈം നമുക്കില്ല. എൻഡ് ടൈം കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? a plus n minus 1 into d is equal to an അല്ലെ. an നമുക്കറിയാം 995, പിന്നെ a അറിയാം 5 പ്ലസ് n മൈനസ് 1 നമുക്ക് തന്നിട്ടില്ല, n തരാത്തത് കൊണ്ട് അത് അതുപോലെ തന്നെ നിർത്തി. ഡിയുടെ വാല്യൂ 10. n മൈനസ് 1 ഇൻറ്റു 10 നിർത്തിക്കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും പ്ലസ് മൈനസ് ആവും. അപ്പൊ എത്രയാണ്? 990.
പിന്നെ n-1 990 ആയ n-1 എന്ന് പറഞ്ഞാൽ നമുക്ക് 990 ഡിവൈഡ് ബൈ 10. അപ്പൊ എത്രയായും 99. ഇനി n എന്ന് പറയുന്നതോ ഈ -1 ഇപ്പുറത്ത് പോകുമ്പോൾ +1. അപ്പൊ എന്താണ് 100. അപ്പൊ നമുക്കറിയാം ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് 1നും 1000നും ഇടയിൽ? 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇതുപോലെ വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഈ കണക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഈ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.